അസ്സലാമലൈക്കും ഗൈസ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ ആകെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അരക്കപ്പ് മൈദാപ്പൊടിയാണ്. അത്രയും മതി ഇതുണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ആകെ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അതിനായിട്ട് പിന്നെ ഒരു 1/4 കപ്പ് റവ, അരക്കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് റവയാണ് ചേർത്തത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റവ എത്രയാണോ എടുത്തിട്ടുള്ളത് അത്രയും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം കൂടുതൽ നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 കപ്പ്, ഒരു അരക്കപ്പ് വരെ, 1/4 കപ്പ് വേണ്ട, അരക്കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് കറക്റ്റ് മധുരമാണ്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ്, എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നാൽ നല്ല തിളച്ച വെള്ളമല്ല, നല്ല സാധാരണ ഒരു ചൂടുവെള്ളം, വിരലിട്ടാൽ പൊള്ളിപ്പോകാത്ത വിധത്തിലുള്ള ഒരു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് കലക്കിയെടുക്കണം. വെള്ളം എത്ര അളവ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒരു ദോശമാവിൻ്റെ അളവിലുണ്ടാകുന്ന അതുപോലത്തെ കിട്ടണം നമുക്ക്. അപ്പോൾ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരാം. റവയ്ക്കായാലും മൈദക്കായാലും. നമുക്ക് ഇഡ്ഡലി മാവ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ലൂസിൽ മതി. എന്നാൽ നല്ലോണം ലൂസോ നല്ലോണം കട്ടിയാവാനും പാടില്ല. അതാണ് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു തരാത്തത്. ഇപ്പം ഞാൻ ടോട്ടലി 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് 1/4 കപ്പ് ബാക്കിയുണ്ട്. അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി, അരക്കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം കലക്കിയതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ കലക്കിയെടുക്കണം. കലക്കിയതിന് ശേഷം നമുക്കിതിനത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നെങ്കിൽ നല്ല ശരിയായിട്ട് വരത്തുള്ളൂ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയായതിൻ്റെ പേരിലാണ്. റവ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടുള്ളത്. ഒരു സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. ഇതേ ലൂസിലാണ് കിട്ടേണ്ടത്. ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാകുന്നില്ല, അതേപോലെ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. കൂടിപ്പോകരുത്, കുറച്ച് മതി, അത്രയും മതി. കൂടിപ്പോയാൽ നമുക്കിത് ശരിയായില്ല. അതിൻ്റെ പേരിലാണ് ഒരു നുള്ളി മാത്രം ഇട്ട് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ബാറ്ററൊക്കെ. ഞാൻ ഇതേപോലത്തെ ചെറിയൊരു കടായിലാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. നിങ്ങൾക്ക് വലിയ ചീനച്ചട്ടി വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഇതൊന്ന് നല്ലവണ്ണം മെൽറ്റായിട്ട് ചൂടായിട്ട് കിട്ടണം. നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ തീ കുറച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഓയിൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ തവിയും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇളക്കേണ്ട ആവശ്യമില്ല, തനിയെ പൊങ്ങി വരും. അതുവരെ സ്പൂണിടണ്ട. കണ്ടല്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ലൈവായിട്ട് തന്നെ. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഓയിലാക്കി കൊടുത്താൽ മാത്രം മതി. ഒന്ന് കുറഞ്ഞ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ആ സൈഡ് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഇതേ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം ഇതേപോലെ ഉണ്ടാക്കി കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.